ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ അന്ധവിശ്വാസമൊന്നും പറയണ്ട. ഇത് അനുഭവത്തിലൂടെ തന്നെയാണ് ഉള്ളൊരു കാര്യമായിരുന്നു. എനിക്കിത് അറിയത്തില്ലായിരുന്നു. എനിക്ക് പിന്നീട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ അറിയുന്നത് കേട്ടോ. അപ്പം ഇതെന്നാ കാര്യം എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും, വിശേഷം വെച്ചാൽ പാചക വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ട്. അതും കൂടെ ഉൾപ്പെടുത്തി ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത്. ഒത്തിരി പറഞ്ഞു തന്നിട്ട് പോകുന്നില്ല, അതിനുമ്പോൾ കാര്യം പറയാം. അപ്പം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണം പക്കി എന്ന് പറഞ്ഞ സംഭവം അറിയാം. കണ്ണം പക്കി, ഇവിടെയൊക്കെ പക്കി എന്നാണ് വെച്ചാൽ പറവയാണത്. പറവ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാം. ചിത്രശലഭം എന്ന് പറയത്തില്ല, അതാണ് സാധനം. കണ്ണം പക്കി എന്ന് പറയും. കണ്ണം പക്കി എന്ന് പറയാൻ കാര്യം അതിൻ്റെ ആ ചിറകയിൽ കണ്ണുണ്ട്. ഇങ്ങനെ കണ്ണെന്ന് വെച്ചാൽ ശരിക്കുമുള്ള കണ്ണല്ല, കണ്ണിൻ്റെ പടം പോലുണ്ട് ഒരു റൗണ്ടിങ് എന്ന് വെച്ചാൽ അതിലൊരു ഡോട്ടുണ്ട്. അപ്പോൾ അത് കണ്ണ് ഉള്ളൊരു ഇതായിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ കൂടുതലും വരുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചക്കയൊക്കെ പഴുത്ത് വീഴത്തില്ലേ പറമ്പിലൊക്കെ, വീണ് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ ഒക്കെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇഷ്ടം പോലെ പ്ലാവൊക്കെ ഉണ്ട്. അപ്പം മഴ സമയമാകുമ്പോഴത്തേക്ക് അതിങ്ങനെ അതേ വന്നിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മുടെ പെരയ്ക്കകത്ത് കയറിയാൽ സത്യമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് നാശമാണ്. നമുക്ക് നാശം തന്നെ അത് കയറി കണ്ട് അത് നമ്മുടെ പെരയ്ക്കകത്തിരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനെ കൊല്ലുമൊന്നും വേണ്ട, ഇറക്കി അങ്ങ് വിട്ടാൽ മതി. കൂടുതൽ ഇത് വൈകുന്നേരങ്ങളിലൊക്കെയാണ് കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയായിരിക്കും വെട്ടം കണ്ട് കയറി വരുന്നതാണ്. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല. വെട്ടം കണ്ട് കയറി വരുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ വെട്ടമുണ്ട്, പോസ്റ്റേ വെട്ടമുണ്ട്, എല്ലാം ഉണ്ടെന്ന്. പിന്നെ അങ്ങോട്ടല്ലേ ഇത് പോകേണ്ടത്. ഇത് പെരയ്ക്കകത്തോട്ട് അല്ലെ തിണ്ണെ വന്ന് നിന്നാൽ പോരെ. ഇത് പെരയ്ക്കകത്തോട്ട് കയറുന്നുണ്ട്. ഇത് കയറിയ സത്യമാണ് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് മരണം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ ദൈവത്തെ വിളിക്കുക, അതേ ഉള്ളൂ മാർഗ്ഗം ഞാൻ നോക്കിയിട്ട്. അല്ലാതെ വേറെ ഒരു പോകുമ്പോഴേ ഇതിനില്ല. ഇത് വരുമ്പോഴും ഇതിനെ കണ്ട് അന്നേരം അങ്ങ് ഇറക്കി വിടുവാണെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമില്ലേ. ഇത് പിന്നെയും നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുവാണെങ്കിൽ നമുക്ക് എന്നതോ ഒരു കാലക്കേട് വരാൻ പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പിച്ചുകൊള്ളുക. കാര്യം എനിക്ക് 2 അനുഭവമുണ്ട്. ഞാൻ ആദ്യം എൻ്റെ ഒരു കുഞ്ഞ് മരിച്ചു പോയതാണ്. അതിനെയും പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും പെരയ്ക്കകത്ത് കണ്ണം പക്കിയാണ്. എപ്പോൾ നോക്കിയാലും ഇതിനെ ഇറക്കി വിട്ട് മടുത്ത് അതുപോലെ. അന്നേരം ഇത് എനിക്ക് അറിയാതെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചേട്ടൻ്റെ അച്ഛന് അസുഖമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കരമായിട്ടങ്ങ് കൂടി പനി അങ്ങോട്ട് വന്ന് അച്ഛനങ്ങ് അബോധാവസ്ഥയിലായി, ഭയങ്കര ഇതായി. അച്ഛൻ ബിച്ചുമ്പയൊക്കെ പറയുകയും കിടക്കുന്നത് എണീറ്റ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, വേറെ ഹോസ്പിറ്റലിൽ പോയാലോ, ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയാലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ റൂമിലൊരു കണ്ണം പക്കി വരുന്നത്. അപ്പോൾ അന്ന് അമ്മ എന്നോട് പറയുന്നത്, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം, ഈ റൂമിൽ നമുക്ക് പോകണം, ഇതിങ്ങനെ വന്ന് കയറുന്നത് ദോഷമാണ്, മരണം സംഭവിക്കുക, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നത്. അച്ഛനത് ഒത്തിരി ഇതായിട്ട് അച്ഛനോട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് എറണാകുളത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നാണേലും സർജറിയൊക്കെ ചെയ്ത് പെട്ടെന്നായിരുന്നു അത് കുറഞ്ഞു വന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അവിടെ കിടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛനെ കിട്ടുകയില്ലായിരുന്നു. അതുപോലെ ഒരു ഇതായിരുന്നു. അപ്പം അന്ന് അമ്മയാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്, ഇതിങ്ങനെ വീട്ടിൽ കയറിയ ദോഷമാണ്. പിന്നീടാണ് എനിക്കിങ്ങനെ, അപ്പം നിങ്ങൾ പറയായിരിക്കും ഞാനത് വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയെന്ന്. ഒരിക്കലും അല്ല. അത് കൂടാതെ തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കയറി, അന്നും ഞങ്ങൾക്ക് നല്ലൊരു സങ്കടം വരുന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് സത്യമാണ്. ഈ കണ്ണപ്പക്കി എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, അന്ധവിശ്വാസമല്ല കേട്ടോ, ഇത് സത്യമാണ്. ആർക്കെങ്കിലൊക്കെ ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതെനിക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. ഇത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലതൊക്കെ ഉണ്ട് നമുക്ക് നല്ലതും ചീത്തയൊക്കെ ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യമാണ്. ഇത് നമ്മൾ സാധാ പറവ കയറിയ കുഴപ്പമില്ല കേട്ടോ. സാധാരണ പറവയോ പിന്നെ ഈ പക്കി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, മഞ്ഞ കളറിലേക്കുള്ള, അതൊക്കെ പെരക്കകത്തൊക്കെ വന്ന് കയറും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് വന്നിരിക്കുമ്പം ഇതിൻ്റെ ചിറക് ഇത് വിടർത്തി വെക്കത്തില്ല, ഇങ്ങനെ കൂട്ടിയിരിക്കത്തുള്ളൂ. അതെവിടെയും ഇരിക്കുമ്പം ചിറക് ഇങ്ങനെ കൂടിയിരിക്കത്തുള്ളൂ, വിടർന്നിരിക്കത്തില്ല. അങ്ങനെ അതിരിക്കത്തുള്ളൂ എവിടെ ഇരുന്നാലും. സാധാരണയൊക്കെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ചിറകൊക്കെ ഒന്ന് ഇതാക്കിയൊക്കെ ചെയ്യും. പക്ഷേ ഇതെപ്പോഴും ഇങ്ങനെ കൂടിയാണ്. പറക്കുമ്പം വിടരും, അല്ലാതെ വന്നിരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരിക്കലും പുതിയ തുണി കൊണ്ട് പോകല്ല. പുതിയ തുണി കൊണ്ട് പോകലെന്ന് പറഞ്ഞാൽ, നമ്മളൊരു തുണി മേടിച്ചാൽ അത് കഴുകിയേച്ച് വേണം നമ്മൾ കൊണ്ടുവരാൻ. അതും സത്യമുള്ള കാര്യമാണ്. അത് സത്യമുള്ള കാര്യം എന്ന് പറയാൻ കാര്യം, എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പുതിയ നൈറ്റി മേടിച്ചുകൊണ്ടാണ് പോയത്. ആ നൈറ്റി ഇട്ടുകൊണ്ട് തന്നെ അമ്മ ഈ ലോകത്തുനിന്ന് പോയി വീട്ടിലോട്ട് വരികയും ചെയ്തു. അത് സത്യമുള്ള പുതിയ തുണി മേടിച്ചുകൊണ്ട് പോകല്ലെന്നാണ് പറയുന്നത്. നമ്മൾ പുതിയ തുണി മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെയും കൊണ്ട് പോകുമ്പം, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പം അത് ഒരു ജനനമാണ്, അതിന് കുഴപ്പമില്ല. നമ്മൾ സുഖമില്ലാതെ
ഒരു ആളെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ഒരിക്കലും അവർക്ക് പുതിയ ഡ്രസ്സും മേടിച്ചുകൊണ്ട് നമ്മൾ പോകല്ല്. അതുപോലെ തന്നെ പുതിയത് മേടിച്ച് വെച്ചേക്കുന്നത് വാഷ് ചെയ്യാതെയും കൊണ്ടുപോകല്ല്. അതിങ്ങനെ കൊണ്ടുപോയാൽ അതും ഉറപ്പാണ്. അത് ഉറച്ചിട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതാണ് പറയാനുള്ളത്. ബാക്കി പിന്നെ നമുക്ക് കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടെ ഒക്കെ കണ്ടതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കാതെ. ഇപ്പം നിങ്ങൾ അന്ധവിശ്വാസമായിട്ട് കരുതണ്ട, എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞു അവർക്കൊന്നും അനുഭവം ഒന്നുമല്ല, എൻ്റെ സ്വന്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് പറഞ്ഞത്. ഇതിലൊക്കെ കുറച്ചൊക്കെ സത്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ നമ്മളങ്ങ് ഇറക്കി വിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതേ ഉള്ളൂ. ഞാനും അതേ ഉള്ളൂ. പക്ഷേ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ വന്നത് അങ്ങനെ കയറി കൊടുക്കും ഒന്നിച്ചിട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാലക്കെട്ട് വരുമ്പോൾ അറിയാം ഇത് വന്ന് അകത്തോട്ട് കയറും. അത് ചിലപ്പോൾ ഒരു ഭയങ്കര സാമ്പത്തിക നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്നതേലും ഒരു അസുഖം വരുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഒരു മരണമായിരിക്കും. അതാണ് ഇത് പിന്നെയും വന്ന് കയറുമ്പോഴാണ് ആ വീട്ടിലൊരു മരണം നടക്കുമെന്ന് ഉറപ്പാണ് ആ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് ഇത് വരുന്ന കാണുമ്പോഴേ ഇതിനെ അങ്ങ് ഇറക്കി അങ്ങ് ഓടിച്ച് വിട്ടേക്കുക, അതിനെ നിർത്തണ്ട. അപ്പം ഇതിച്ചിരി വെളുത്തുള്ളി പിന്നെ കുരുമുളക് പൊടിയും കൂടെ നരച്ചെടുക്കുകയാണെങ്കിൽ കുരുമുളക് ഇവിടെ വീട്ടിൽ പൊടിച്ചാണ്, അതിൻ്റെ ചെറിയൊരു തരിതിരിപ്പ് പോലെയുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി നല്ല മത്തി കിട്ടി കേട്ടോ. ഒത്തിരി ദിവസം കൂടിയാണ് നല്ലൊരു മത്തി കിട്ടുന്നത്. നല്ല വലിയ മത്തി, ഇഷ്ടം പോലെ പനിഞ്ഞിലുള്ള മത്തി, പനിഞ്ഞിൽ മീനിൻ്റെ മുട്ടയുള്ള സൈസ്, അത്രയും മത്തിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വറക്കാനും കൂടെയാണ്. അപ്പോൾ ഇച്ചിരി കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തൊന്ന് വറക്കാമെന്ന് വിചാരിച്ച്. ബാക്കി പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് അരക്കാനുള്ള മഴയ്ക്ക് മുന്നേ ഞാൻ പെട്ടെന്നൊന്ന് അരച്ചെടുക്കും കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഈ അരകല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന സൈസ് കുഞ്ഞിക്ക് അരകല്ലാണ് കേട്ടോ. ഒരു ഊമ്പിരിക്ക അരകല്ല്. ഇങ്ങനെയൊക്കെ എനിക്ക് പെട്ടെന്നൊന്ന് അരയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് അകത്ത് വേറെ അരകല്ലുണ്ട്, എന്നാൽ ഇതെല്ലാം എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അരയ്ക്കാൻ വേണ്ടി ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് അരച്ചെല്ലാം ഒന്ന് എടുക്കുവാണ്. അപ്പം മീനെല്ലാം വെട്ടി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ അടുക്കളയിലെ ഇനി പാചകങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാണാം കേട്ടോ. തേങ്ങ ചുരണ്ടി തരുന്ന കണ്ണൻ അതെ ഇങ്ങനെയാണ് തേങ്ങ ചുരണ്ടി തരുന്നെങ്കിൽ തേങ്ങ ഇഷ്ടം പോലെ കാണും കേട്ടോ. ചിരണ്ടുക തിന്നുക, ഇത് തന്നെ. അടുത്ത് തുറന്നിരുന്ന ഒരു ഉള്ളി പൊളിക്കാൻ പറഞ്ഞത് ചതി ഉള്ളു കേട്ടോ. ഉള്ളി പൊളിക്കാൻ പറഞ്ഞതിന് ഇത് കണ്ടോ, ആകെപ്പാടെ ഇത്രയും ഉള്ളി എടുത്ത് വെച്ച് ഇവിടെ കയറി ഇരിപ്പുണ്ട്. ഇനി എപ്പോൾ പൊളിച്ച് കഴിയുമോ ആർക്കറിയാം. ഇന്നെങ്ങാനും പൊളിച്ച് കഴിയുമോ? ചോദിച്ചു കേട്ടില്ലേ? അതിൻ്റെ ഇടയ്ക്ക് തോണ്ടാൻ പോക്കണം. അത് പന്നപ്പഴോ. പിന്നെ വെളുത്തുള്ളി മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ മുളക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറക്കുന്ന നമ്മുടെ ചീനിച്ചട്ടിക്കകത്ത്, സാധാരണ നോൺ സ്റ്റിക്കിനകത്താണ് വറക്കുന്നത്. ഇന്ന് ചീനിച്ചട്ടി ആക്കി എന്താണെന്ന് ചോദിച്ചാൽ ഇത് വറുത്തേച്ച് ഇതിനകത്തോട്ട് ചോറിട്ട് പരട്ടി തിന്നണം. എണ്ണ ടേസ്റ്റ് ഉണ്ട്. ഇത്രയും മീനല്ല കേട്ടോ, ഇനിയും മീൻ വറക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് വറക്കുന്നത് കൊണ്ടാണ്. ലാസ്റ്റ് ചോറിട്ട് പുരട്ടി ഒരു കഴിപ്പുണ്ട് ഇല്ലേ അച്ചു? ചോറിട്ട് പുരട്ടി കഴിക്കുമ്പോൾ അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മീൻ വറക്കണേ. പക്ഷേ അച്ചു ഇന്ന് ഫുഡ് കഴിക്കുകയെന്നുള്ള ശബ്ദത്തിലാണ്. കഴിക്കുമോടി? ഇല്ലേ? കഴിക്കും. ഞാൻ വാരിത്തരാം. തെറ്റി കണ്ട വഴക്ക് പറയും. തെറ്റെന്നത് ഞാൻ ഓർത്ത് വെക്കാറില്ല. അന്നേരം കാണുന്ന തെറ്റിന് വഴക്ക് പറഞ്ഞു പോകാറേ ഉള്ളൂ. മോളോ, അമ്മയുടെ പൊന്നാണോ ഇത്? അമ്മയുടെ പൊന്നിന് കൃത്രിമ വിശ്വാസം വേണോ എൻ്റെ പൊന്നിന്? എവിടെ എൻ്റെ വഴക്കാളി കോതയാണ് വേണ്ട. ഉള്ളി പൊളിച്ചിട്ട് ഇതുവരെയും ഞാൻ മീൻ വറുത്ത് കഴിയാറായി, ഇതുവരെ ഉള്ളി പൊളിച്ച് കഴിഞ്ഞില്ല. പെണ്ണ് വേഗം ചെയ്യും, സമയമില്ല, വിശക്കുന്നു. നമുക്ക് ഒത്തിരിയും ദിവസം കൂടി കേട്ടോ ഇതുപോലെ നല്ല പനിഞ്ഞിലുള്ള മത്തി കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഇത് എന്നതിനാന്ന് വെച്ചാൽ രസം തിളപ്പിക്കാനാണ്. ഈ രസം തിളപ്പിക്കാനായിട്ട് നമ്മൾ കായ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി കടുകിടുക. പിന്നെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പൊട്ടിത്തെളിക്കുന്നേ, അതിലേക്ക് ചുവന്നുള്ളി ഇച്ചിരി കട്ടി വേണേ. തീരെ കനം കുറച്ച് നമ്മൾ കടുക് വറക്കാൻ എടുക്കുന്നതല്ല, ഒരു ഇച്ചിരി ഇതുണ്ടോ ഇതുപോലെ ഇച്ചിരി കട്ടി വേണം. റൗണ്ടിൽ അരിഞ്ഞെടുക്കുക. അതിനകത്ത് കിടന്നൊന്ന് ഇത് ഒത്തിരി മൂക്കണ്ട കേട്ടോ, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിനകത്തേക്ക് ഇനി വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ചും കൂടി ഒഴിക്കും. ആ ഉള്ളി ഒന്ന് ഒത്തിരി മൂക്കത്തിരുതുണ്ടോ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ചും കൂടി ഒഴിക്കും വെള്ളം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇവിടം വരെ തെറിച്ച് വെള്ളം. നല്ലപോലെ തിളക്കട്ടെ. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മളിടുന്നത് കാന്താരിയാണ്. ഇത് കണ്ടോ, കാന്താരി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്, ചതച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചതച്ച്, ഞെടുപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ, ഞെടുപ്പോടുകൂടി തന്നെ ഇട്ട് ഇനി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിളച്ചാൽ ഒന്ന് വേഗണം അതിനകത്ത് ഇടുന്നു. ഇനി നമുക്ക് മീൻ പീര വെക്കാനായിട്ടാണ്. ഈ മീൻ വെക്കുന്നതിന് വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി ചേർത്തിട്ടില്ല, ഇതൊന്നും ചേർക്കാത്ത മീൻ പീരയാണ്. ഇതിന് തേങ്ങായ, മുളക് പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ, തേങ്ങായും ചുമന്നുള്ളി മാത്രം ഇട്ട് ചതച്ചെടുക്കുന്നില്ല. ചുമന്നുള്ളി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കത്തില്ല, ചതക്കത്തേ ഉള്ളൂ എല്ലാം. ചതച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇനി പുളിയും ഉപ്പും കൂടെ ചേർത്ത്, പിന്നെ നമ്മുടെ ഉണ്ടമുളക്, ഈ മുളകിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് കേട്ടോ. ആ മുളക് കൂടി ഇട്ട് ഇനി മീൻ കൂടി ഇട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കട്ടെ. അങ്ങനെ നമ്മുടെ മീൻ പീര അടുപ്പേ കയറിയിട്ട് കുറച്ച് പനിഞ്ഞിലും കൂടെ അതിനിട്ടിട്ടുണ്ടായി. ഇന്നത്തെ മീനകത്ത് മുഴുവനും പനിഞ്ഞിലായിരുന്നു, അത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ രസത്തിനകത്ത് മുളകൊക്കെ വെന്തു. ഇവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് പനിഞ്ഞിൽ ഞാൻ വറക്കാനും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനും എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം കുറച്ച് പനിഞ്ഞിൽ എനിക്ക് എടുത്ത് മാറ്റി ബാക്കി ഇതിനകത്തേക്ക് ഇട്ട്, ഇനി ഇതിനകത്തോട്ട് എന്നാ വേണമെന്നറിയാമോ, കുറച്ച് ചോറിടണം. ചോറിട്ടേച്ച് ഒരു ശകലം ഉപ്പ് ചേർക്കണം കേട്ടോ, ഒത്തിരി ചേർക്കല്, ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തേച്ച് തീ ഓഫ് ചെയ്തേക്ക് വേണം. ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ കാണുമ്പം ഈ കാണുന്നതിൽ ഒരാളെങ്കിലും എന്നെ തടിച്ച് പാറുമെന്ന് വിളിക്കും. ഇങ്ങനെയൊക്കെ തിന്നുന്നതുകൊണ്ടാണ് ഞാൻ വണ്ണം വെക്കുന്നതെന്ന് പറയും. ഞാനിതങ്ങനെ എന്നും ഒന്നും കഴിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി കൊതി തോന്നുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കി കഴിക്കാറുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ അമ്മച്ചി ഇതുപോലെയായിരുന്നു കേട്ടോ. മീനൊക്കെ കൊണ്ടുവന്ന് വറുത്ത് കഴിഞ്ഞേച്ച് അതിനകത്തൊരു ഇച്ചിരി ചോറിട്ടേച്ച് ഞങ്ങൾ 3 പേരെയും കൂടെ വിളിക്കും. ഞങ്ങൾ 3 പേരാണ് മക്കൾ, 3 പേരെയും കൂടെ വിളിച്ചിട്ടില്ല. അമ്മച്ചി അത് ആ ചീനിച്ചട്ടിക്കകത്തിട്ട് തന്നെ ഞങ്ങൾക്കൊരു വാരുത്തരമുണ്ട്. എന്നാ രുചിയാണെന്നറിയാവോ? ആ രുചിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമാണ്, കൊതിയാകും. ഇതിപ്പോൾ നല്ല ചൂടാണ്. അമ്മച്ചി ചൂടോടുകൂടിയാണ് വാരിത്തരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഇതിന്. അപ്പോൾ ഈ ചോറ് ഇതിനകത്തിരിക്കട്ടെ. നമ്മുടെ ഇച്ചിരി ചൂടൊന്ന് ആറിയിട്ട് പിള്ളേർക്കൂടെ വാരി കൊടുക്കില്ല. എൻ്റെ പിള്ളേർക്ക് ചൂടെന്ന് പറയുന്നത് അയലോക്കുത്ര പോകാൻ പാടില്ല, അവർക്കൊട്ടും ഇഷ്ടമല്ല ചൂട്. ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചുവിനാണ് കേട്ടോ. അച്ചു പക്ഷേ വണ്ണം വെക്കുമെന്നും പറഞ്ഞ് അച്ചു കഴിക്കത്തില്ല. ഇതുപോലൊക്കെ അമ്മമാർ വാരി തരികയും അല്ലെങ്കിൽ ഇതുപോലൊക്കെ സ്വന്തമായിട്ടാണെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ കറികളൊക്കെ റെഡിയായി, മീൻ പീര റെഡിയായി. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെയാണ് ഒഴിച്ചത്, മീൻ വറുത്തത്, പിന്നെ രസം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഊണിനുള്ള കറിയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.